ഇതാ വേണു, ഇപ്പോൾ ഈ ക്ലൗഡ് സ്ട്രൈക്കിന് സംഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നം അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെ പല കോൺസ്പിറസി തിയറികളുണ്ട്. ഇത് ക്ലൗഡ് സ്ട്രൈക്കിന് സംഭവിച്ച അപ്ഡേഷനിലെ തകരാറ് മൂലമാണ് എന്ന് നമുക്ക് പറയാറായിട്ടില്ല പൂർണ്ണമായിട്ടും. മറ്റു ചില ഘടകങ്ങൾ കൂടി ഉണ്ടാവാം. എന്താണെന്ന് മൈക്രോസോഫ്റ്റ് ഔദ്യോഗികമായ വിശദീകരണം നൽകിയിട്ടുമില്ല. പക്ഷേ ഇന്ത്യയിലെ അടക്കം വിമാന സർവീസുകളെ അത് പ്രതികൂലമായി ബാധിച്ചു എന്നത് വ്യക്തമാണ്. കേരളത്തിലടക്കം അത് ബാധിച്ചിട്ടുണ്ട്. ഇൻഡിഗോ സർവീസിൻ്റെ ചെക്കിന്നുകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര വലുതാണ് ഈ പ്രതിസന്ധി, വിനീത? ഏതാണ്ട് പകുതിയോളം ലോകമെമ്പാടുമുള്ള സേവനങ്ങൾ തടസ്സപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങളും അത് തന്നെയാണ്. ഇന്റർനെറ്റിന്റെ തകരാറ് മൂലം അതിന്റെ പല വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ഓസ്ട്രേലിയയാണ് ഇത് അതിഭീകരമായി ബാധിച്ചിരിക്കുന്നത്. ബെർലിൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓസ്ട്രേലിയ അടിയന്തരമായി യോഗം ചേർന്ന മന്ത്രിസഭാ യോഗം ചേർന്ന് ഇക്കാര്യങ്ങളിൽ ഉടനടി ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മൈക്രോസോഫ്റ്റ് തന്നെ ഇതിലൊരു വ്യക്തത വരുത്താത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. വിമാന സർവീസുകളെയാണ് ഇത് പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഉൾപ്പെടെ കേരളത്തിലും വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. ഈ ചെക്ക് ഇൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിൽ നിന്ന് മാറ്റി മാനുവൽ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യം അഗാസ എയർവേസ് ആണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. പിന്നീട് ഇൻഡിഗോ സർവീസുകളാണ് ഇത് ഏതാണ്ട് പൂർണ്ണമായും ബാധിച്ചു എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ചെക്ക് ഇൻ നടപടികൾ മാനുവൽ രീതിയിലേക്ക് മാറ്റി എന്നത് ചോദിച്ചാൽ ചില വിമാന സർവീസുകൾ വൈകി എന്നത് ചോദിച്ചാൽ റദ്ദാക്കിയിട്ടില്ല വിമാന സർവീസുകൾ ഒന്നും എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കൈയക്ഷരത്തിൽ തയ്യാറാക്കിയ ബോർഡിംഗ് പാസ്സാണ് ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ യാത്രക്കാർക്ക് നൽകി വരുന്നത്. പേരും യാത്ര ആരംഭിക്കുന്ന സ്ഥലവും പോകേണ്ട സ്ഥലവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എഴുതിക്കൊണ്ട് ബോർഡിംഗ് പാസിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരു കാര്യമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ബോർഡിംഗ് പാസിൽ അത്തരത്തിൽ കൈയക്ഷരത്തിൽ രേഖാമൂലം തയ്യാറാക്കുന്നതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നത്. അങ്ങനെ വിമാനത്തിന്റെ സീറ്റ് നമ്പർ, ബോർഡിംഗ് സമയം ഉൾപ്പെടെ ജീവനക്കാർ എഴുതി നൽകുന്ന ഒരു കാഴ്ചയാണ് വിമാനത്താവളങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഈ ഓൺലൈൻ സംവിധാനം തകരാറിലാവുമ്പോൾ ഈ AI സംവിധാനത്തിന്റെ കാലത്ത് നമ്മൾ എത്രത്തോളം ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെടുന്നു എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് അരുൺ. ഇപ്പോൾ തീർച്ചയായിട്ടും വിനീത, ഈ വിഷയം നമുക്ക് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ സാങ്കേതിക വിദഗ്ധരെ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രേക്ഷകരും പാനിക്കാകേണ്ടതില്ല. ഇതൊരു പക്ഷേ കൂടുതൽ മേഖലകളിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തുടക്കത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ചില വിൻഡോസിൻ്റെ അപ്ഡേറ്റുകളിൽ ഈ പ്രശ്നം കാണിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് സർക്കാർ ഔദ്യോഗികമായ ഒരു പാനിക് ബട്ടൺ പുറപ്പെടുവിക്കുന്ന ഘട്ടത്തിലാണ്. ഇത്രയും വ്യാപകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്കയിലെ വിവിധ എയർലൈൻസിനെയും ഇപ്പോൾ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ എയർലൈൻസ്, ഡെൽറ്റ എയർലൈൻസിനടക്കം ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മൈക്രോസോഫ്റ്റിൻ്റെ 365 ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ തനിയെ ഷട്ട് ഡൗൺ ആവുന്നൊരു പ്രതിഭാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ക്ലൗഡ് സ്ട്രൈക്ക് എന്ന സുരക്ഷാ പ്ലാറ്റ്ഫോമിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പിഴവാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ സാങ്കേതിക വിദഗ്ധർ നൽകും. നമുക്ക് അതിനുവേണ്ടി ആ പ്രതികരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും മൈക്രോസോഫ്റ്റും ക്ലൗഡ് സ്ട്രൈക്കും ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലുമാണ്.